വെൽക്കം ടു ട്രൈഡു. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നടത്താം. അതിനു മുന്നേ ഇന്നലെ 13/6/2025 നടത്തിയ പ്രൈസിന്റെ അനാലിസിസ് ഒന്ന് നോക്കാം. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്, എന്നിട്ട് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങി ഈ ലെവലിൽ നിന്നൊരു സപ്പോർട്ട് എടുത്തു, വീണ്ടും മുകളിൽ പോയിട്ട് റെസിസ്റ്റൻസിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 100% കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ അനാലിസിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിക്ക ദിവസങ്ങളിലും 100% ആണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അതിൽ നിന്ന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഡെയിലി അനാലിസിസിന്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ വീക്കിലി അനാലിസിസ് നോക്കി കഴിഞ്ഞാൽ കൃത്യമായി അത് മനസ്സിലാവും. ഇനി നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. മന്ത്ലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, മാർക്കറ്റ് അടുത്തൊരു ബുള്ളിഷ് റണ്ണിന് തയ്യാറെടുപ്പായിട്ടുണ്ട്. കഴിഞ്ഞ മന്തിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ചെറിയൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, പക്ഷെ അത് കാര്യമായിട്ടുള്ള റിയാക്ഷൻ അല്ല എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഹൈ തന്നെയാണ്, ഓൾ ടൈം ഹൈ തന്നെയാണ്. അതിന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് എങ്ങാനും ഇറങ്ങാൻ സാധ്യത ഉണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതായത് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, അവിടേക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയാണ് മന്ത്ലി ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് വീക്ക്ലി ചാർട്ടിൽ പോയിട്ട് അനാലിസിസ് നോക്കാം. വീക്ക്ലിയിൽ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു വീക്ക് ഹൈ ഉണ്ടായിരുന്നു, സ്വിംഗ് ഹൈ ഉണ്ടായിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയെങ്കിൽ പോലും കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ലെവൽ മാത്രമാണ് നമ്മൾ വീക്കിലിയിൽ നോട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ. വീക്കിലിയിൽ നോട്ട് ചെയ്ത് വെച്ച ഈ ഒരു ഏരിയന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് ഡേയിലേക്ക് പോവാം. ഡേയിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഈ നിൽക്കുന്ന ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസവും വന്നിട്ട് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് അതിന്റെ മുകളിലേക്ക് വന്നിട്ട് താഴോട്ടേക്ക് ഒരു ഇറക്കമാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഡേയിൽ നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയ ഡേയിൽ ഈ വരയ്ക്കുന്ന രണ്ട് ഏരിയാസ് ആണ്. അതിന്റെയും കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇനി 4 അവറിലേക്ക് പോവാം. 4 അവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്ന അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. ആ ലെവൽ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് സ്ട്രോങ് ആയിട്ട്. കുറവിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒന്ന് പ്രൈസ് റേഞ്ച് നോക്കാം. ആദ്യം റെസിസ്റ്റൻസിന്റെ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രൈസ് 3503.392, അതുപോലെ തന്നെ 3437.024. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്കുള്ളത് രണ്ട് സപ്പോർട്ട് ലെവലാണ്. സപ്പോർട്ട് ലെവലിന്റെ പ്രൈസ് 3301.633 ആൻഡ് 3235.265. അതിന്റെ താഴെയുള്ള സപ്പോർട്ട് ലെവല് 3173.322 ആൻഡ് 3107.839. അപ്പൊ ഇത്രയാണ് 4 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഈ ലെവലിൽ. ആ ഒരു ലെവലിലെ സപ്പോർട്ട് ഏരിയ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആക്കി ഇടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 3409.797, 3386.454. ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ഒരു സപ്പോർട്ടും കൂടി ഉണ്ട് 1 അവറിന്റെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഈ ലെവലാണ് സപ്പോർട്ട്. അതിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം. 3339.335, 3315.991,
അപ്പൊ ഇത്രയാണ് 1 ഹവറിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എൻട്രി സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹവറിൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ നന്നായിട്ട് കയറി പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് റീടെസ്റ്റ് വരാൻ സാധ്യത കാണുന്നുണ്ട്. അത് വരാൻ സാധ്യത ഈ ഒരു ലെവലിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഫോള് നല്ലൊരു കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ ട്രെൻഡ് ലൈനിലേക്ക് റീടെസ്റ്റ് വരാം. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്യാണ്, അതായത് ഇതിന്റെ താഴോട്ടേക്ക് വന്നിട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാം. ആ ഫോള് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോള് വന്ന ഏരിയയിലേക്കായിരിക്കും ഒരു പക്ഷെ വരുന്നുണ്ടാവുക. അവിടെ നിന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മാർക്കറ്റ് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോവാം. ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ട്. ഇനി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ താഴോട്ടേക്ക് ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു കൺഫർമേഷൻ എടുത്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി വീണ്ടും ഒരു പുൾ ബാക്കുകളൊക്കെ തന്നിട്ട് ഈ ഒരു വീണ്ടും ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് പോവാം. അത് രണ്ടാമത്തെ സിനാരിയോ ആണ്. ഇനി മൂന്നാമത്തെ സിനാരിയോ എന്ന് വെച്ചാൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങലാണ്. മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു 1 ഹവറിന്റെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഒരു പക്ഷെ ഒന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി വീണ്ടും ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. ഇതൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. എന്നിരുന്നാലും ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നൊരു പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി ഇതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വീണ്ടും ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മൊമെന്റം നടത്തും. അതും നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയാണ് പ്രധാനമായി അടുത്ത ആഴ്ച നടക്കാൻ സാധ്യതയുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസുകൾ. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയ്ക്കുള്ളിൽ ആയിരിക്കും മിക്കവാറും മൂവ്മെന്റ് നടക്കുന്നത്. 1 ഹവറിന്റെ പ്രധാനപ്പെട്ട ഏരിയകൾ അതുപോലെ തന്നെ 4 ഹവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. മാർക്കറ്റിന്റെ മൊമെന്റം കണ്ടതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.